പരിശുദ്ധ ദേവാലയത്തിന്റെ കാവലുകോട്ടയുമായ പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാള് ആചരിക്കുന്നതായ ഈ അവസരത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ദൂത് നൽകുവാനായിട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നത് അഭിമന്യ പിതാവായ അന്തിമോസ് തിരുമേനിയാണ്. ഇന്ന് ദൈവമാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രയോ വിശേഷണങ്ങൾ, എത്രയോ സവിശേഷതകൾ മാതാവിനെ കുറിച്ച് പാടി പുകഴ്ത്തിയിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, വായിച്ചു കേട്ടിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് മാതാവിന്റെ സങ്കീർത്തനം, മാഗ്നിഫിക്കാറ്റ്, മൗറുബോ, മാതാവിന്റെ പാട്ട്. ഇത് നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാ ദിവസത്തെയും പ്രഭാത പ്രാർത്ഥനയിൽ നമ്മൾ അത് ഏറ്റുചൊല്ലുന്നതുമാണ്. അതിൽ നാം കാണുന്നത് ആദ്യമേ തന്നെ മാതാവിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളം ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് മാതാവ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവം, അത് എത്ര പ്രതീക്ഷയോടെ ആണ് നോക്കിക്കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ തുടക്കത്തിൽ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കുറച്ചൊരു ഭാഗമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു 60% പഴയ നിയമത്തിൽ നിന്നാണ്. ഹന്നായുടെ കീർത്തനം, അതിനുശേഷം സങ്കീർത്തനത്തിൽ നിന്നൊക്കെയുള്ളതായ ഭാഗങ്ങളാണ് നാം വായിക്കുന്നത്. അവിടെ നാം കാണേണ്ടുന്ന ഒരു സംഗതി, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തികച്ചും ടീനേജ് പ്രായമുള്ള ഒരു വെറും ടീനേജുകാരിയായ ആ പരിശുദ്ധ അമ്മയുടെ ആഴത്തിലുള്ളതായ ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു നോക്കിക്കേ. ഇത്രമാത്രം ആഴത്തില് വചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നതായ ആ പരിശുദ്ധ കന്യാമറിയാം തൻ്റെ ജീവിതത്തിലുണ്ടായ ആ അനുഭവത്തെ ഓർത്ത് ഇത്രമാത്രം ഇന്നത്തെ പോലെ പുസ്തകം നോക്കി വായിക്കാനൊന്നും പറ്റുന്ന കാലമല്ലല്ലോ അന്നത്തെ. അത്രയും പ്രാർത്ഥനകളൊക്കെ മനഃപ്പാഠമാക്കി അത് ഉരുവിടുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മുന്നമ്പെ പറഞ്ഞ പോലെ എത്ര പ്രകീർത്തിച്ചാലും സ്തുതിച്ചാലും മതി വരികയില്ല. പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥൽ അഭയപ്പെടുമ്പോൾ ഷീ ഈസ് സച്ച് എ സ്ട്രോങ് ഇന്റർസെസർ. ആ മഹാപരിശുദ്ധയുടെ ആ മധ്യസ്ഥയിൽ അഭയപ്പെടുമ്പോൾ, പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പുത്രൻ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. നമ്മൾ അയോഗ്യരെങ്കിലും അത് എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ പരിശുദ്ധ മാതാവിൻ്റെതായ ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് 4-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്, അഗെയിൻ ഐ സേ റിജോയ്സ്. വീണ്ടും സന്തോഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുക. ഇവിടെ ആ പറയുന്ന രണ്ടാമത് വീണ്ടും പറയുന്നത് പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്, ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെ സംഭവിച്ചാലും, അത് നന്മയ്ക്കായിട്ടോ തിന്മയ്ക്കായിട്ടോ എന്തൊക്കെ സംഭവിച്ചാലും സ്വർഗത്തിലെ ദൈവം നമ്മളെ കരുതുന്നുണ്ട്. ഏത് താഴ്ചകളിലും ഉയർച്ചകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതുന്നുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷിക്കുകയും അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കാരണം പരിശുദ്ധ അമ്മയുടെ വിലയേറിയ ജീവിതത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, അല്ലേ? റിമെമ്പർ ദോസ് ടോട്ട് ദ വേർഡ് ഓഫ് ഗാഡ്, ഇമിറ്റേറ്റ് ദിയർ ഫെയ്ത്ത്. ആ ജീവിതം അനുകരിക്കാൻ, അവർ നൽകിയ വിശ്വാസം പാലിക്കുവാൻ ഓരോ പെരുന്നാളും കൂടുതൽ മുഖാന്തരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഭിമന്യ പിതാവായ അന്തിമോസ് തിരുമേനിയെ ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് തൃക്കരങ്ങൾ കുത്തിക്കൊണ്ട് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് അഭിമന്യ തിരുമേനി വളരെ പരിചിതനാണെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരുമേനിയെ ക്ഷണിക്കാം എന്ന് വിചാരിക്കുന്നു. അഭിമന്യ തിരുമേനി നമ്മുടെ ഈ ദേവാലയത്തിൽ അപരിചിതനല്ല. അഭിമന്യ പിതാവ് വൈദികനായിരിക്കുമ്പോഴും മെത്രാപ്പോലിത്ത ആയിരിക്കുമ്പോഴും ഒക്കെ ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ 2015 പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ എഴുന്നള്ളി വന്ന ആ സമയത്തും
നമ്മുടെ സിൽവർ ജൂബിലി നമ്മൾ കൊണ്ടാടിയ സമയത്തും അഭിയന്യ തിരുമേനിയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹവുമായിട്ട് ഒരു സഭയിലെ പിതാവ് എന്നതിനേക്കാൾ ഉപരി തിരുമേനിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടും വളരെയേറെ അടുപ്പമുണ്ട്. അഭിയന്യ തിരുമേനി എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെയും ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, തിരുമേനി ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് ഫ്രം MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ BD ഫ്രം UT യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂർ, അതുപോലെ ഡോക്ടറേറ്റ് ഇൻ പാട്രിസ്റ്റിക് തിയോളജി എസ്പെഷ്യലി ഫോക്കസിങ് ഓൺ സെന്റ് എഫ്രൈം ദ സിറിയൻ. അതുപോലെ അദ്ദേഹം ഇപ്പോൾ അങ്കമാലി മൂവാറ്റുപുഴ മേഖലയുടെ മെത്രാപോലിത്തയായിട്ട് ശുശ്രൂഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ അഖില മലങ്കര MJSSAയുടെ പ്രസിഡന്റായിട്ടും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. ഇതിനു മുമ്പ് അഭിനയ പിതാവ് യൂറോപ്പ് മേഖലയുടെയും പേട്രിയാർക്കൽ വികാരിയായിരുന്നു. വളരെ ഊർജ്ജസ്വലനായിട്ട്, ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം, നാട്ടിലെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെയൊക്കെയും ഓടിയെത്താൻ തിരുമേനി ശ്രമിക്കാറുണ്ട്. അത് പലപ്പോഴും അതൊരു നാട്ടിലെ കാലാവസ്ഥയും നാട്ടിലെ റോഡിൻ്റെ എത്തിച്ചേരാനുള്ളതായ ബന്ധപ്പാടുകളും എല്ലാം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അഭിനയ തിരുമേനി അവിടെയെല്ലാം മിക്കവാറും എല്ലായിടത്തും തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അത് തിരുമേനിയുടേതായ ഒരു പ്രത്യേക സഭയോടുള്ള പ്രത്യേക കരുതലും സ്നേഹവുമാണ് താൻ എല്ലായിടത്തും എത്തിച്ചേരുകയും ആ ശുശ്രൂഷ മനോഭാവം ഒരു പിതാവിനടുത്ത വാത്സല്യവും സ്നേഹവും നൽകിക്കൊണ്ട് സഭയെ ശുശ്രൂഷിക്കുന്നു. ആ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ആ അഭിനയ പിതാവിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കാം. നമുക്കെല്ലാവർക്കും കാതോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 48 വരെ വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 48 വരെ വാക്യങ്ങൾ. മറിയാം പറഞ്ഞു, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നതായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ താൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടു. ഇതാ ഇപ്പോൾ മുതൽ സർവ്വതലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. ഒരു നിമിഷം നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നയോളം വഴി നടത്തിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ മറിയാമിൻ്റെ പെരുന്നാൾ കൊണ്ടാടുവാനും തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനുമായിട്ട് നൽകിയതായ ഈ അവസരത്തെ ഓർത്ത് ദൈവം അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ ദേശത്തായിരിക്കുമ്പോഴും ഞങ്ങളുടെ പൂർവികന്മാർ മാതാപിതാക്കൾ പഠിപ്പിച്ചതായ സത്യവിശ്വാസം അത് നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാനും വരും തലമുറയ്ക്ക് കൈമാറുവാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ ജീവിതം പോലെ
താഴ്മയോടെ ആയിരിക്കുവാനും എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനും ദൈവമേ ഭാഗ്യം നൽകണമേ. ആയുധ ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. എത്രയും വന്നിയ തോമസ് കോർപ്പസ്കോപ്പ് അച്ഛൻ, പ്രിയപ്പെട്ട വികാരി പോൾ അച്ഛൻ, സന്നിധരായിരിക്കുന്ന മാലിൽ വർഗീസ് അച്ഛൻ, ബിനോ അച്ഛൻ, മാർട്ടിൻ അച്ഛൻ, ഗായക സംഘങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മുടെ പരിശുദ്ധ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു? ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെ പെരുന്നാൾ നാം കൊണ്ടാടുന്നു. പരിശുദ്ധ സുറിയാനി സഭയിൽ 5 പെരുന്നാളുകളാണ് ദൈവമാതാവിനെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് നാം കൊണ്ടാടുന്നത്. 2 പ്രാവശ്യം വചനിപ്പ് പെരുന്നാൾ നാം കൊണ്ടാടുന്നുണ്ട്. മാർച്ച് മാസം 25-ാം തീയതിയും അഡ്വന്റ് സീസണിൽ എൽദോ നോമ്പിന് മുൻപ് വരുന്നതായ ഞായറാഴ്ച നാം വചനിപ്പ് പെരുന്നാൾ കൊണ്ടാടുന്നു. മറ്റൊന്ന് ദൈവമാതാവിൻ്റെ ശൂനോയ പെരുന്നാൾ. ജനുവരി മാസം 15-ാം തീയതി വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നു. മെയ് മാസത്തിൽ കതിരുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിൻ്റെ ഓർമ്മയും കൊണ്ടാടുന്നു. 5 പെരുന്നാളുകളാണ് ദൈവമാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നാം കൊണ്ടാടുന്നത്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചും ദൈവമാതാവിൻ്റെ ഓർമ്മ ജനുവരി മാസം 15-ാം തീയതിയാണ് കാലം ചെയ്ത സഖ ഒന്നാമൻ പാത്രികീസ് ബാവ എന്നെ മെത്രാപ്പൊലീത്തയായി വാഴിച്ചത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഓർമ്മ പലപ്പോഴും എൻ്റെ മഹാപൗരോഹിത്യ ജീവിതവുമായി ചേർത്ത് ഞാൻ വായിക്കാറുണ്ട്. സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ ദൈവമാതാവിന് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഇപ്രകാരം ഒരു ദൈവശാസ്ത്രമുണ്ട്, ലാറ്റിൻ ദൈവശാസ്ത്രമാണ്, ലെക്സ് ഒറാൻഡി ലെക്സ് കെറഡേൻഡി. പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിൻ്റെ നിയമം. എന്താണോ നാം പ്രാർത്ഥിക്കുന്നത് അതാണ് നമ്മുടെ വിശ്വാസം. ഏറ്റവും വലിയ സ്ഥാനമാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെ ദൈവമാതാവ് നൽകിയത്. നമുക്കറിയാം, ഏറ്റവും പഴയ ഒരു ദൈവമാതാവിനെ സ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാകുന്നു നാം വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭത്തിൽ ചൊല്ലുന്ന നിന്മാതാ വിശുദ്ധന്മാർ എന്ന പ്രാർത്ഥന. അന്ത്യോക്യയുടെ മോസേവേറിയോസ് പത്രിക്കീസാണ് അത് രചിച്ചിരിക്കുന്നത്. തീർന്നില്ല, എല്ലാ പ്രബുദ്ധയിലും നാം ഓർക്കാറുണ്ട്, മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചത് അന്ത്യോക്യയുടെ മോസേവേറിയോസ് പത്രിക്കീസ് ബാവയായിരുന്നു. അവിടെയും തീരുന്നില്ല, ആദ്യത്തെ 4 നൂറ്റാണ്ടുകൾ സുറിയാനി ദൈവശാസ്ത്രത്തിൻ്റെയും സുറിയാനി ആരാധനയുടെയും ഒരു വലിയ കാലഘട്ടമായിരുന്നു. കത്തോലിക്ക സഭയുടെ കാലം ചെയ്ത പോപ്പ് ബെനഡിക്ട് 16 അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവം അത് സുറിയാനി വിശ്വാസത്തിൽ നിന്നാകുന്നുവെന്ന്. കാരണം അത്രമാത്രം ദൈവശാസ്ത്രം സുറിയാനി പിതാക്കന്മാർ ക്രിസ്തീയ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അവിടെയെല്ലാം പിതാക്കന്മാർ മാതാവിനെയും ഉദ്ഘോഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്രൂഗിലെ മോർ യാക്കൂബ്, മോർ ഭാലായി എന്നീ പിതാക്കന്മാരുടെ രചനകളെല്ലാം ദൈവമാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ളതാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ മെമ്രാകൾ ദൈവമാതാവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമായ മോർ അഫ്രൈമാണ്. അച്ഛൻ പറഞ്ഞ പോലെ മോർ അഫ്രൈമിൻ്റെ ദൈവശാസ്ത്രത്തിലാണ് ഞാൻ ഉപരിപഠനം നടത്തിയത്. മാതാവിനെ കുറിച്ചുള്ള പഠനമായിരുന്നില്ല എങ്കിൽ പോലും മോർ എഫ്രൈമിൻ്റെ മെമ്രാകൾ വായിക്കുമ്പോൾ
പെട്ടെന്ന് എനിക്ക് തോന്നിയത് മേരീസ് ഓൺ സിംഗർ, മറിയാമിൻ്റെ സ്വന്തം പാട്ടുകാരനാണ് മോർ എഫ്രൈം. എണ്ണമറ്റ മെമ്പറുകളാണ് വിശുദ്ധ മറിയാമിനെ പ്രകീർത്തിച്ചുകൊണ്ട് മോർ എഫ്രൈം പാടിയത്. മനുഷ്യാവതാര ഗീതങ്ങൾ എന്ന് പറയുന്നതായ മോർ എഫ്രൈമിൻ്റെ മെമ്മറ ഏറ്റവും ദൈവശാസ്ത്ര സമ്പന്നമായ ഒരു മെമ്മറയാണ്. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം മോർ എഫ്രൈം പാടുന്നുണ്ട്: ഇതാ താഴ്മയുള്ളവൾ നീ നിമിത്തം ദാവീദിന്റെ ഭവനത്തിലായി. ഇതാ താഴ്മയുള്ളവൾ നീ നിമിത്തം ദാവീദിന്റെ ഭവനത്തിലായി. ദാവീദ് പുത്ര, ഭൗമിക പുത്രി സ്വർഗീയനാൾ സ്വർഗത്തിലെത്തിച്ചേർന്നു. ദാവീദ് പുത്ര, ഭൗമിക പുത്രി സ്വർഗീയനാൾ സ്വർഗത്തിലെത്തിച്ചേർന്നു. ദൈവമാതാവായ വിശുദ്ധ മറിയാമിന്റെ ശുനോയ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഒരു പാട്ട് ഇതായിരുന്നു. അത്രമാത്രം അർത്ഥസമ്പുഷ്ടമാണ് ഈ ഗാനം. മറിയാമിനെ വരച്ചു കാണിക്കുന്നതായ ഒരു മെമ്ര കൂടിയാകുന്നു, ഒരു പാട്ട് കൂടിയായിരുന്നു ഇത്. ഇതാ താഴ്മയുള്ളവൾ നീ നിമിത്തം ദാവീദിന്റെ ഭവനത്തിലായി. എന്താണ് ദാവീദിന്റെ ഭവനം? അത് ബെത്ലഹേമാണ്. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാകുന്നു. അപ്പത്തിന്റെ ഭവനം എന്ന് വെച്ചാൽ അത് ജീവൻ നൽകുന്നതായ ഭവനമാണ്. ഇതാ താഴ്മ നിമിത്തം മറിയാം ജീവന്റെ ഭവനത്തിലായി, സ്വർഗ ഭവനത്തിലായി. അതുകൊണ്ടാണ് മറിയാമിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയത്. 2-ാം നൂറ്റാണ്ടിലാണ് മറിയാമിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നുള്ള വിശ്വാസം രൂപപ്പെടുന്നത്. ദ ബുക്ക് ഓഫ് മേരീസ് റിപ്പോസ് എന്ന് പറയുന്നതായ പുസ്തകം അത് 2-ാം നൂറ്റാണ്ടിൽ രചിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദൈവമാതാവായ വിശുദ്ധ മറിയാം യെരുശലേമിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞുവെന്നും സ്ലീഹന്മാർ മാതാവിനെ കബടക്കിയെന്നും, എന്നാൽ ഇന്ത്യയിൽ നിന്ന് മാർത്തോമാ സ്ലീഹ വന്നപ്പോൾ കല്ലറ ശൂന്യമായിരുന്നുവെന്നും തുടർന്ന് ദൈവമാതാവിന്റെ അരക്കെട്ട് ലഭിച്ചുവെന്നുള്ളൊരു പാരമ്പര്യ വിശ്വാസമാണ് സുറിയാനി സഭയ്ക്കുള്ളത്. ആ പ്രാർത്ഥനകൾ, ആ വിശ്വാസം നമ്മുടെ പ്രീമിയം സിദ്റായിൽ നാം ചൊല്ലുന്നുണ്ട്. അക്കാലത്ത് ഈ പെരുന്നാൾ ദൈവമാതൃത്വത്തെ കുറിച്ചാണ് സ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാടിയത്. പിന്നീട് 5-6 നൂറ്റാണ്ടുകളിലാണ് ഇത്തരത്തിൽ ശൂനോയ പെരുന്നാൾ എല്ലാ സഭകളിലും, പ്രത്യേകിച്ച് സുറിയാനി സഭയിലും കോപ്റ്റിക് സഭയിലുമെല്ലാം പ്രചാരത്തിലാകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മാതാവിന് വലിയ പ്രാധാന്യം സഭകൾ കൊടുക്കുന്നത്, പിതാക്കന്മാർ കൊടുക്കുന്നത് മാതാവിൻ്റെ വലിയ ഗുണവിശേഷണം ഒന്നുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട പോളച്ചൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞ സവിശേഷതകളും വിശേഷണങ്ങളും, അത് വലിയൊരു നല്ലൊരു ടെർമിനോളജിയായിട്ട് എനിക്ക് തോന്നി. സവിശേഷതകളും വിശേഷണങ്ങളും. എന്തുകൊണ്ടാണ് മറിയാമിന് ഒത്തിരി വിശേഷണം ലഭിച്ചത്? അത് സവിശേഷത ഉള്ളത് കൊണ്ടായിരുന്നു. ആ സവിശേഷതകളാണ് നാം വായിച്ചിട്ടതായ മറിയാമിന്റെ പാട്ട്. മൗർബോ അച്ഛൻ പറഞ്ഞു, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് എന്നെ ജീവിപ്പിക്കുന്നതായ കർത്താവ് ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ ഇതാ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടു. പരിശുദ്ധാത്മാവിന്റെ കിന്നരമായ മോർ എഫ്രൈം ഈ മെമ്മറ രചിക്കുന്നത് ഈ വേദപുസ്തക തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ മറിയാമിന്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഗബ്രിയേൽ മാലാഖ അയക്കപ്പെട്ടത്? ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനാണ്. ആ സന്തോഷ വാർത്ത നമുക്കറിയാം. ഇതാ രക്ഷകന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദാവീദിന്റെ ഭവനത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു, ജീവന്റെ ഭവനത്തിലേക്കുള്ള ക്ഷണമായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ ക്ഷണത്തെയാണ് മറിയാമിന്റെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മോർ എഫ്രൈം പാടിയത്,
ഇത് താഴ്മ നിമിത്തം ദാവീദിന്റെ ഭവനത്തിലായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവഭവനത്തിലാകുവാൻ, ജീവന്റെ ഭവനത്തിലാകുവാനുള്ള ഒന്നാമത്തെ സവിശേഷത അത് താഴ്മയാകുന്നു. ആ താഴ്മ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. എവിടെ നിന്നാണ് നമുക്ക് താഴ്മ ലഭിക്കുന്നത്? താഴ്മ ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ്. പ്രാർത്ഥിക്കുന്നവർക്കാണ് താഴ്മ ഉണ്ടാകുക. അത് ഈ ലോകം കാണിച്ചു തന്നതാണ്. പ്രാർത്ഥിക്കുന്നവർക്കാണ് താഴ്മ ഉണ്ടാകുക. ഇതാ പ്രാർത്ഥിക്കുന്നവളായിരുന്നു മറിയം. ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ സഭ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഇപ്രകാരമാണ്: ജാഗരണേ മറിയാം നിന്നും കോടുടയോനോട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീമയൻ ദൂതൻ മറിയാമിൻ സവിതേ വന്നേവം ചൊന്നു. ജാഗരണത്തോടുകൂടി, വ്രതനിഷ്ഠയോടുകൂടി ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് സുവാർത്ത ദൂതനായ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുടെ മധ്യത്തിലാണ് മറിയാം ദാവീദിന്റെ ഭവനത്തിലെ ആ വലിയ അവകാശത്തിന് യോഗ്യയായി തീരുന്നത്. പ്രാർത്ഥന. അനുഗ്രഹിക്കപ്പെട്ടവരെ, സുറിയാനി സഭയിൽ നമുക്കറിയാം, പ്രാർത്ഥനയില്ലാത്ത ഒരു നിമിഷം പോലുമില്ല. നമുക്ക് 7 നേരം പ്രാർത്ഥനയുണ്ട്. അത് പിതാക്കന്മാർ 2 നേരമായിട്ട് ചുരുക്കി തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് 7 നേരത്തെ പ്രാർത്ഥനയാണ്. പക്ഷെ നമുക്കറിയാം, മൊണാസ്ട്രീസിലെല്ലാം ഇപ്പോഴും 7 നേരം പ്രാർത്ഥനയുണ്ട്. തീർന്നില്ല. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം പ്രാർത്ഥനയുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പ് പ്രാർത്ഥനയുണ്ട്, പിൻപ് പ്രാർത്ഥനയുണ്ട്, കുളിക്കുവാനായിട്ട് എണ്ണ തേക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയില്ലാതെ ഒരു നിമിഷം പോലും സുറിയാനി ക്രിസ്ത്യാനിയുടെ ജീവിതം മാറിപ്പോകുന്നില്ല. അപ്പോൾ മാതാവിൻ്റെ ആ വലിയ ജീവിതത്തിൽ ലഭിച്ചതായ സന്തോഷം എനിക്കും നിങ്ങൾക്കും ലഭിക്കും. പക്ഷെ എന്ത് വേണം? പ്രാർത്ഥനയിലായിരിക്കണം എന്നാണ്. ദൈവത്തോടുള്ള ആ വലിയ ബന്ധത്തിലായിരിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകൾ എത്രമാത്രം ശ്രേഷ്ഠമായി തീരും. എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. 2007 ഞാൻ പഠിച്ചിരുന്ന ഓസ്ട്രേലിയയിലെ സാൾസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് വേൾഡ് സിറി കോൺഫറൻസ് നടന്നിരുന്നു. ലോകത്തെമ്പാടുമുള്ള സുറിയാനി പണ്ഡിതന്മാർ അവിടെ വന്നിരുന്നു. നമ്മുടെ സഭയിൽ നിന്ന് അക്രമികൾ തട്ടിക്കൊണ്ടുപോയ ആലപ്പുഴയിലെ ആർച്ച് ബിഷപ്പ് ഗ്രിഗോറിയോസ് യൂഹന്നാ തിരുമേനി ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് തിയോഫിലോസ് തിരുമേനി ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം സന്ധ്യാപ്രാർത്ഥന നമ്മുടെ ക്രമത്തിലുള്ളതായിരുന്നു. സാൾസ്ബർഗിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ, അതിന് പ്രത്യേകതയുണ്ട്. വലിയ സംഗീതജ്ഞനായ മൊസാട്ട് പിയാനോ വായിച്ചിരുന്നൊരു കത്തീഡ്രലാണ്. കത്തോലിക്ക സഭയുടെ പ്രധാന ശുശ്രൂഷകളുടെ പാട്ടുകളെല്ലാം ഈണം നൽകിയിരിക്കുന്ന മൊസാട്ടാണ്. മൊസാട്ട് അവിടെ പിയാനോ വായിച്ചിരുന്നു. ആ പിയാനോ ഇപ്പോഴും അവിടെ ഉണ്ട്. ആ വലിയ കത്തീഡ്രൽ വെച്ചിട്ടാണ് അന്ന് സന്ധ്യാപ്രാർത്ഥന നടത്തിയത്. വലിയ കത്തീഡ്രലാണ്. പ്രാർത്ഥന തുടങ്ങി എല്ലാവരും ഇരിക്കുകയായിരുന്നു, ഇതുപോലെ ബെഞ്ചിലിരിക്കുകയായിരുന്നു. ഞങ്ങൾ മാത്രം ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ഗ്രിഗോറിയോസ് തിരുമേനി, യൂഹന്നാ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് ആരംഭിച്ചത്. മിഷിയ ബബ്രോ കാദീശോ എന്ന് പറഞ്ഞ തിരുമേനി തുടങ്ങി. അബോധവിഷമായോ സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ ഘട്ടം വന്നപ്പോൾ ഞാൻ പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതിലിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അത്രമാത്രം ഹൃദയത്തെ തൊടുന്നതായ, നമ്മുടെ ജീവിതത്തെ തൊടുന്നതായ പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. പ്രാർത്ഥനയുടെ മധ്യത്തിൽ വിശുദ്ധ മറിയാമിനെ ദൈവം തൊട്ടെങ്കിൽ നമ്മളെയും ദൈവം തൊടും. നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ മാതാപിതാക്കൾ
അവരെല്ലാവരും ഈ ലോകത്ത് നമ്മെ പഠിപ്പിച്ചതും കാണിച്ചതും പ്രാർത്ഥിക്കുവാനാണ്. നല്ല മാർക്ക് ലഭിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട്, ജോലിയിലേക്കും ലഭിക്കുമ്പോൾ പള്ളിയിൽ പോയി വഴിപാടർപ്പിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയുടെ നന്മയുടെ സമൃദ്ധിയാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. മറന്നു പോകരുത്. നാം പ്രാർത്ഥനയുടെ സമൃദ്ധിയാണ് നാം അനുഭവിക്കുന്നത്. പ്രാർത്ഥനയുടെ സമൃദ്ധി അനുഭവിച്ചപ്പോൾ മറിയാം ദാവീദിന്റെ ഭവനത്തിലായി, ദൈവത്തിന്റെ ഭവനത്തിലായി, ജീവന്റെ ഭവനത്തിലായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, താഴ്മ നിമിത്തം മറിയാം ദാവീദിന്റെ ഭവനത്തിലായതുപോലെ പ്രാർത്ഥനയിലൂടെ, താഴ്മയുടെ അനുഭവത്തിലൂടെ, പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ ഭവനത്തിലാകുവാൻ മറിയാമിന്റെ ഈ അനുഗ്രഹീത മാതൃക നമുക്ക് പ്രചോദനമായി തീരട്ടെ. രണ്ടാമതായിട്ട് നാം കേട്ടു, ഇതാ സ്വർഗീയനാൽ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗം ലക്ഷ്യമാക്കാത്ത ഒരാളും ഇവിടെ ഇരിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചർച്ച് ഈസ് നോട്ട് എ സോഷ്യൽ ഗ്യാതറിംഗ്. മേബി ഒരു സർട്ടൻ എക്സ്റ്റെന്റ്, ഇതൊരു സ്പിരിച്വൽ ഗ്യാതറിംഗ് ആണ്. വി ഡു ഹാവ് എ ഫോക്കസ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സ്വർഗമാകുന്നു. ഇപ്പൊ ഒരു ചോദ്യമുണ്ട്, എന്താണ് സ്വർഗം? കുറെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇതെല്ലാം ഫാന്റസിയുള്ള ഒരു സ്ഥലമാണോ സ്വർഗം? നമുക്ക് എന്ത് ലഭിക്കുന്നതായ ഒരു സ്ഥലമാണോ സ്വർഗം? ഇവിടെ നാം ആസ്വദിക്കാത്ത പലതും ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമാണോ സ്വർഗം? അങ്ങനെയല്ല. സ്വർഗം ഒരു മൂല്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആർക്കാണ് സ്വർഗം ലഭിക്കുക? വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം, നന്മ ചെയ്യുന്നവർ ജീവന്റെ പുനരുത്ഥാനത്തിനായി ഉറപ്പിക്കപ്പെടും. നന്മ ചെയ്യുന്നവർ ജീവന്റെ പുനരുത്ഥാനത്തിനായി ഉറപ്പിക്കപ്പെടും. അപ്പൊ നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ് സ്വർഗം. എന്ന് വെച്ചാൽ നന്മയാണ് സ്വർഗം. ഇതാ സ്വർഗീയനാൽ മാതാവ് എത്തിച്ചേർന്ന സ്വർഗത്തിലെങ്കിൽ അത് മാതാവിന്റെ നന്മയുടെ ആ ഒരു വലിയ അനുഭവമാണ് ആ സ്വർഗത്തിലേക്കുള്ള യാത്ര. നമുക്കറിയാം മറിയാമിന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളതായ പ്രതിസന്ധികൾ. ഒരമ്മയും തന്റെ മക്കളെ വൃത്തിയില്ലാത്തത് പ്രസവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതാ അനുഗ്രഹങ്ങളുണ്ട്. ദാവീദ് ഭവനത്തിലേക്ക് മറിയാമിനെ തിരഞ്ഞെടുത്തു. പക്ഷേ തന്റെ ഏകജാതനായ പുത്രന് ജന്മം കൊടുത്തത് കല്ലടാവിലാണ്. തീർന്നില്ല. ഹെറോദോസിന്റെ ഭയം നിമിത്തം തന്റെ മകനെ മാറോട് ചേർത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നു. വിശുദ്ധ നാടുകൾ സന്ദർശിച്ചവർക്കറിയാം, ഇന്നും യെരുശലേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള, മിസ്രൈമിലേക്കുള്ള പാത ദുഷ്കരമാണ്. റോഡ് സൗകര്യമുണ്ട്, പക്ഷെ നമുക്കറിയാം ഒരു സ്ഥലത്ത് വലിയ ചെങ്കടലും മറുവശത്ത് വലിയ മലനിരകളും. അപ്പോൾ എത്രമാത്രം ഭയാനകമായി അന്നത്തെ യാത്ര. അതും മറിയാം തന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. തീർന്നില്ല. ക്രൂശിന്റെ ചൂട് വരെ തന്റെ മകനെ അനുഗമിക്കുന്ന ഒരു അമ്മ. ജീവിതത്തിൽ പലതും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ചാർച്ചക്കാരി എലീശയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. മലനാട്ടിൽ ബന്ധപ്പെട്ട് കടന്നു ചെന്നു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 39-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ആ നാളിൽ മറിയാം എഴുന്നേറ്റ് യഹൂദ്യ മലനാട്ടിലെ നഗരത്തിലേക്ക് പോയി. അവിടെയും തീർന്നില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ ബന്ധുവീടൊന്നും ആയിരുന്നില്ല. പക്ഷേ അവർക്കൊരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെയും നന്മയുടെ ഭാഗമായി നിൽക്കുവാനായിട്ട് മറിയാമിന് സാധിച്ചു. ആ കുറവ് പരിഹരിക്കുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ ആ മകനെ കാണിച്ചു കൊടുക്കുകയും ആ വീട്ടുകാർക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്തു. മറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് തൻ്റെ ജീവിതത്തിന്റെ നന്മയിൽ കൂടിയാണ്. നന്മയിൽ കൂടി.
അനുഗ്രഹിക്കപ്പെട്ടവരെ നന്മയിൽ കൂടി മാത്രമേ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. കാരണം സ്വർഗം നന്മയാക്കുന്നു. UK അയർലൻഡ് ചുമതലയുള്ള സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്, അത് അവിടെ ചട്ടിച്ചോറ് ലഭിക്കുന്നത്. ചട്ടിച്ചോറ് ലഭിക്കുന്ന റെസ്റ്റോറൻറ്റ്. നാട്ടിൽ ഞങ്ങൾ തിരുമേനിമാർ അധികം റെസ്റ്റോറൻറ്റൊന്നും പോയില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ചട്ടിച്ചോറ് എന്താ പ്രത്യേകത, എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു ചട്ടിയിൽ ലഭിക്കുന്ന ഒരു ചോറാണ്. അപ്പം ഞാൻ നാട്ടിലാരും ചട്ടിയിൽ ചോറ് കഴിക്കാറില്ലല്ലോ, കാരണം തിരുമേനിമാർ വീട്ടിൽ വന്ന് ഒരിക്കലും ചട്ടിയിലാരും ചോറ് കൊടുക്കില്ല. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ പോയി ചട്ടി ചോറ് കഴിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് പറഞ്ഞത് വിഭവസമൃദ്ധമായിട്ട് എല്ലാം ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതിൽ വലിയ പുതുമയൊന്നും ഞാൻ കണ്ടില്ല. കാരണം നമ്മുടെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് ഈ ചട്ടിച്ചോറല്ലേ കഴിച്ചത്, അല്ലേ? അത് സുഭിക്ഷതയുടെ ചട്ടിച്ചോറായിരുന്നില്ല. തൻ്റെ ഭർത്താവിനും മക്കൾക്കും എല്ലാം ഭക്ഷണം കൊടുത്തതിന് ശേഷം അവസാനം വരുന്ന കുറച്ച് ചോറും പറ്റും, കുറച്ച് കഞ്ഞിവെള്ളവും അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മുതുമുത്തശ്ശിമാർക്കെല്ലാം. ആ നന്മയിൽ അവർ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ സമൃദ്ധിയെല്ലാം. അവർ നന്മ ചെയ്ത് തങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടല്ലേ ഈ ദേശത്ത് വന്നപ്പോഴും നമ്മളെല്ലാവരും ഇവിടെ ഒരു പള്ളിയിൽ ആരാധിക്കുവാനായിട്ട് വന്നെത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നന്മ ചെയ്യുന്നവർക്കാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശം. നമ്മുടെ പൂർവികന്മാർ മറിയാം സ്വർഗത്തിന്റെ അവകാശി ആയതുപോലെ നമ്മുടെ പൂർവികന്മാരെല്ലാവരും സ്വർഗത്തിന് അവകാശികളായി തീർന്നു. കാരണം അവർ ജീവിതത്തിൽ മറിയാമിനെ പോലെ അവർ നന്മ ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ടവരെ, മറിയാമിനെ കുറിച്ച് ഇതുപോലെ നമുക്ക് ഒത്തിരി പറഞ്ഞു പോവാം. പക്ഷെ പ്രയോജനം കിട്ടണമെങ്കിൽ മറിയാമിന്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃയാക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിലാണ്. മാതാവിനെ ഒരു മാതൃയാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുമോ? മാതാവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ നേടിയതായ ആ അനുഭവങ്ങൾ, താഴ്മയുടെ അനുഭവങ്ങൾ ദൈവഭവനത്തിലേക്ക് മാറ്റിയതുപോലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദാവീദിന്റെ ഭവനത്തിലാകുവാൻ സാധിക്കുമോ? നന്മയിലൂടെ സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ സാധിക്കുമോ? This is the pertinent question we have to ask ourselves. ഇതാണ് നാം എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം. ചുറ്റുപാടും എല്ലാം ഉണ്ട്. നമുക്കറിയാം 2 വർഷം ലോകം മുഴുവൻ കോവിഡിന്റെ പിടിയിലായിരുന്നു. ഇത്രമാത്രം ശാസ്ത്രീയമായ എല്ലാം പുരോഗമിച്ചപ്പോഴും ആ ചെറിയ വൈറസിന്റെ മുമ്പിൽ ലോകം മുഴുവൻ കീഴടങ്ങി. പാരസെറ്റമോൾ ഇന്ത്യയിൽ നിന്നാണ് അമേരിക്കയിൽ വന്നതെന്നുള്ള കാര്യം ചിലർക്കെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ആ കാലത്ത്. കാരണം പരസ്പരം സഹകരിക്കാതെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിപ്പോയി. അന്ന് നടന്നതായ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഒരു തീസീസ് പ്രസന്റ് ചെയ്തായിരുന്നു. അതിപ്രകാരമായിരുന്നു കോവിഡ് പാൻഡമിക് എ ഗ്രേറ്റ് റീസെറ്റ്. കോവിഡ് നമ്മുടെ ലോകത്തെ റീസെറ്റ് ചെയ്തു. നമുക്ക് റീസെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണും. മാറ്റിമറിച്ചു, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചു, നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ചു. എന്തിനു പറയുന്നു, നമ്മുടെ ആത്മീയതയെ വരെ അത് മാറ്റിമറിച്ചു. പക്ഷെ ഒരു ചോദ്യം അവശേഷിക്കുന്നു, എങ്ങനെയാണ് അതിന് സ്റ്റോപ്പ് ഉണ്ടായത്? അവിടെയും ആത്മീയമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുകൊണ്ടാണെന്ന് ഞാൻ പറയും. നമ്മുടെ ഭവനങ്ങളെല്ലാം ആരാധനാലയങ്ങളായി മാറി, അല്ലേ? ആ വർഷത്തെ നമ്മുടെ ഹോളി വീക്കെല്ലാം നമ്മുടെ ഭവനത്തിലാണ് നമ്മൾ ആചരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ഉയർന്നു. വീണ്ടും ലോകം പച്ചപിടിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, താഴ്മയുടെ അനുഭവത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കൂ. മാതാവിന്റെ ജീവിതം കാണിച്ചു തരുന്നതും അത് തന്നെയാകുന്നു.
നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ താഴ്മയുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അനുഭവമുണ്ടെങ്കിൽ നാം ദൈവഭവനത്തിന്റെ അവകാശികളായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ നാം സ്വർഗത്തിന് അവകാശികളായിത്തീരുന്നു. ഇതിനേക്കാൾ വലിയൊരു ക്ലാസിക് എക്സാമ്പിൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആർക്കും കൊടുക്കാത്തതായൊരു സല്യൂട്ടേഷൻ, അഭിവാദനമാണ് മറിയാമിന് ഗബ്രിയേൽ മാലാഖ നൽകിയത്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നമ്മുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കൃപ നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ദൈവം കൂടിയിരുന്നതായ മറിയം, അതിനേക്കാൾ വലിയൊരു ക്രിസ്തീയ മാതൃക, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടിയുള്ള മാതൃക നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് AD 431 നടന്നതായ മൂന്നാമത്തെ പുതുസുനുപദോസ് ദൈവമാതാവ് തിയോട്ടോക്കോസ് എൽദാസാലോഹോ എന്ന വലിയ നാമം നൽകി വിശുദ്ധ മറിയാമിനെ ബഹുമാനിച്ച് ആദരിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവമാതാവായ വിശുദ്ധ മറിയാമിന്റെ അനുഗ്രഹീത നാമത്തിലുള്ള നമ്മുടെ ദേവാലയം മറിയാമിനെ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ പൂർവികന്മാർ നമുക്കത് കാണിച്ചു തന്നു. അടുത്ത തലമുറയ്ക്ക് അത് കൈമാറുവാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടി പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമുക്കുണ്ട് എന്ന് മറന്നു പോകരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ ദേവാലയവും തലമുറകൾക്കുള്ളൊരു വലിയ സമ്മാനമാണ്. ഗിഫ്റ്റ് ടു ദ ജനറേഷൻസ്. ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ തലമുറകൾക്കുള്ളൊരു സമ്മാനമാണ്. ഒരുപക്ഷെ ഈ ദേവാലയം ഇവിടെ വരുവാനായിട്ട് കാരണമായി തീരുന്ന കുറച്ചു പേരെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഈ ദേവാലയം പിന്നീട് അനേകർക്ക് ഒരു വലിയ സമ്മാനമായി മാറുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസമാണ് പിൽക്കാലത്ത് അനേകർക്ക്, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് വളരുവാനുള്ള ആ വലിയ അനുഗ്രഹമായി തീരുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവമാതാവായ വിശുദ്ധ മറിയാമിന്റെ ശ്രേഷ്ഠമായ മാതൃക, താഴ്മയോടെ പ്രാർത്ഥനയോടെ നിന്നപ്പോൾ ദാവീദിന്റെ ഭവനത്തിലായി, ദൈവഭവനത്തിലായി. നന്മ ചെയ്തപ്പോൾ ഇതാ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ആ വിശ്വാസത്തിൽ ഈ പെരുന്നാൾ നാം കൊണ്ടാണ്. ശുനോ എന്ന വാക്കാണ് ഏറ്റവും മനോഹരമായിട്ട് ഈ പെരുന്നാളിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അസംഷൻ എന്നും പറയാറുണ്ട്, ഡോർമീഷൻ എന്നും പറയാറുണ്ട്. പക്ഷെ അതെല്ലാം ആ ഒരു വലിയ ദൈവശാസ്ത്രത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ശുനോയോ, വാങ്ങിപ്പോയി. ദൈവമാതാവായ വിശുദ്ധ മറിയാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. എന്തെന്നാൽ അവൾ താഴ്മയോടെ പ്രാർത്ഥനയോടെ നന്മയോടെ ജീവിച്ചു. അതുകൊണ്ട് ദൈവഭവനത്തിലായി, സ്വർഗത്തിലായി. നമ്മുടെ ജീവിതവും ദൈവഭവനത്തിലാകുവാൻ, നമ്മുടെ ലക്ഷ്യം ആ സ്വർഗം നമുക്ക് അവകാശമാക്കുവാൻ താഴ്മയോടെ പ്രാർത്ഥനയോടെ നന്മയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ തലമുറകൾക്കും അത് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധനായ ആലുവായിലെ അഥാനാസ്യൂസ് വലിയ തിരുമേനിയാണ് സൺഡേ സ്കൂൾ ആരംഭിച്ചത്. 1920 ഒത്തിരി പ്രതിസന്ധികൾ ഉള്ളതായ ഒരു കാലഘട്ടമായിരുന്നു സഭാപരമായിട്ട്. വലിയ തിരുമേനി സൺഡേ സ്കൂൾ ആരംഭിച്ചത് നമ്മളെല്ലാവരെയും വേദപുസ്തകത്തിൽ വലിയ സ്കോളേഴ്സ് ആക്കി തീർക്കാനായിരുന്നില്ല, മറിച്ച് തലമുറകളെ വിശ്വാസത്തിൽ വാർത്തെടുക്കുവാൻ, വളർത്തുവാൻ. എന്താണ് വിശ്വാസം? നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്നതായ, ദൈവമാതാവായ വിശുദ്ധ മറിയം കാണിച്ചു തന്നതായ, പരിശുദ്ധന്മാർ കാണിച്ചു തന്നതായ വിശ്വാസം. ബഹുമാനപ്പെട്ട പോളച്ചൻ സൂചിപ്പിച്ചല്ലോ, എബ്രായർ ലേഖനം 11-ാം അധ്യായത്തില് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ വഴി നടത്തിയൊരു ഓർത്തുകൊള്ളുവിൻ, അവർ ജീവിതാവസാനം ഓർത്ത് അവർ വിശ്വാസത്തെ അനുകരിപ്പിൻ. നാം പെരുന്നാൾ കൊണ്ടാടുന്നത് വിശ്വാസത്തെ അനുകരിപ്പാനാണ്, വിശ്വാസത്തിൽ ജീവിക്കുവാനാണ്, അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനാണ്. ദൈവമാതാവായ വിശുദ്ധ മറിയാമിന്റെ അനുഗ്രഹീത ഓർമ്മ ശുനോയോ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെയും പ്രാർത്ഥനയുടെയും നന്മയുടെയും അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.